അപ്പോൾ അതൊരു 4:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ. നല്ല മഴക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ ഇതാ ചുഞ്ചുരു ബേബിനെ നടുക്കാണ് ഇരുത്തിയിരിക്കുന്നത്. പിന്നെ അതാ ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് കയറാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചുഞ്ചുരു ബേബി അമൃതയുടെ അടുത്ത് പറയാണ് കേട്ടോ, ഇവിടെ എൻ്റെ ഒരു ബുള്ളറ്റ് വണ്ടി ഉണ്ട്, ഞാൻ കണ്ടു വെച്ചതാന്നൊക്കെ പറയാൻ കേട്ടോ. ചുഞ്ചുരു ബേബിക്ക് ആ ബുള്ളറ്റ് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ബുള്ളറ്റ് വണ്ടി അല്ല, ഒരു ബൈക്ക്. അപ്പം ഇതാ ഞങ്ങൾ സാധനങ്ങൾ എടുക്കാൻ പോണ ചുഞ്ചുരു ബേബിയാണ് കേട്ടോ ആസ് യൂഷ്വൽ ബക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അതെനിക്ക് എന്താ പറയുക, സോപ്പും പൊടിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. കംഫർട്ട്, സ്റ്റിഫ് ആൻഡ് ഷൈൻ അതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിൽ പോകാമെന്നിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അവൾ പറഞ്ഞു ഇല്ല, വീട്ടിൽ ചെന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി. ഞാൻ ലിക്വിഡല്ല സോപ്പും പൊടിയാണ് എടുക്കാറ്. ലിക്വിഡ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തീരുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ലിക്വിഡ് എടുത്തില്ല, സോപ്പും പൊടിയാണ് എടുത്തത്. വാഷിംഗ് മെഷീനിൽ ഇടാനാണ് ലിക്വിഡാണ് നല്ലത്, പക്ഷേ ഞാൻ സോപ്പും പൊടിയാണ് എടുത്തത്. അത് എടുക്കുന്ന സമയത്ത് ഒരെണ്ണം പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞിട്ട് അപ്പോൾ അപ്പം തന്നെ വന്ന് അത് മാറ്റിയിട്ടുണ്ട്. ലിക്വിഡൊക്കെ ഞാൻ നോക്കിയെങ്കിലും എടുത്തില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു. ചുഞ്ചുരു ബേബി ഇതാ അവൻ്റെ വണ്ടി കാണിച്ചു കൊടുക്കാൻ പോവാൻ കേട്ടോ അമൃതയ്ക്ക്. പിന്നെ ഇതാ കൊച്ചിന് മിഠായി വേണമെന്നുണ്ട്. കൊച്ചു ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഇതാ ലാസ്റ്റ് പോളോ ഉണ്ട് എടുത്തത്. വേറെ മിഠായി എടുത്തോളാൻ പറഞ്ഞിട്ട് വേണ്ട, അവനിങ്ങനെ പോളോ അത് അങ്ങനത്തെ മിഠായിയൊക്കെ ആയിട്ട് ഇഷ്ടം. അപ്പോൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് തന്നതാ തിരിച്ചു പോവാണ്. ഇപ്പം മഴ വരുമ്പോഴത്തേന് ഞങ്ങൾക്ക് വീട്ടിലെത്തണം. ചുഞ്ചുരു കുറേ നാളായിട്ട് പറയുന്നതാണ് ആ വണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ. പക്ഷെ ആ വണ്ടി മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരു ദിവസം മേടിക്കാൻ പോയപ്പോൾ തന്നെ പറഞ്ഞു അത് കുറച്ച് ദിവസത്തിനൊക്കെ ഉണ്ടാവുള്ളൂ, മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി അടിച്ചു പോകും, പെട്ടെന്ന് കേടാവും. അതുകൊണ്ടാണ് നമ്മൾ ചുഞ്ചുരു ബേബിക്ക് ആ വേട്ടം വന്നപ്പോൾ സൈക്കിൾ മേടിച്ചു കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേഗം പോകാണ്ട് നല്ല മഴ വരുന്നുണ്ടായിരുന്നു. പിന്നെ ആ അമൃതയുടെ വീട്ടിലെത്തി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ നനഞ്ഞു കേട്ടോ. അതിനിടയിൽ മഴ പെയ്തു, മഴ നനഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടേ. പണ്ടൊക്കെ ഞങ്ങൾ ഇത് ഒരുപാട് എടുത്ത് കളിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല, പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.